نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട 2ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട അറബി പഠിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മുടെ അറബിയുടെ ചോദ്യ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 2ാം ക്ലാസ്സിന്റെ ആനുവൽ എക്സാമിന്റെ അറബിന്റെ ചോദ്യ പേപ്പർ നമ്മൾ നോക്കാൻ പോവാണ്. നിങ്ങൾ റെഡിയാണോ നോക്കാൻ വേണ്ടിയിട്ട്? നിങ്ങൾ റെഡിയാണോ? സെറ്റാണോ? ചോദ്യ പേപ്പർ വന്നിട്ടുണ്ട് ഗായ്സ്. എല്ലാവരെയും കൂട്ടിയിട്ട് പോവാ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർക്ക് പോയി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഒരു സ്റ്റാറ്റസ് ഒക്കെ വെച്ചോളി. ക്വസ്റ്റ്യൻ പേപ്പർ വന്ന് അറബിന്റെ ആനുവൽ എക്സാമിന്റെ നേരെ നമ്മൾ പോകുന്നു. പിന്നെ ഇതിന്റെയൊക്കെ PDF-കൾ, എല്ലാ വിഷയങ്ങളുടെയും PDF-കൾ, ഇമ്പോർട്ടന്റ് പാർട്സ്, ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അത് കിട്ടാനായിട്ട് താഴത്തോടെ ഇങ്ങനെ ഒരു സാധനം പോകുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാം. നേരെ നമ്മൾ പോകുന്നു. ഒന്നാമതായിട്ട് നമ്മൾക്ക് ഇവിടെ കുറച്ച് ചെറിയൊരു ചോദ്യം, കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. താഴെ നൽകിയിരിക്കുന്ന കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങൾ അറബി പേര് എഴുതാൻ വേണ്ടി പറയാൻ വേണ്ടിയാണ്. അറബി പേര് എഴുതാൻ സ്ക്രീനിന് എന്താണ് അറബിയിൽ പറയുന്നത്? സ്ക്രീനിന് അറബിയിൽ പറയുന്ന പേരാണ് ശാശ, അല്ലെ? സ്ക്രീനിന് അറബിയിൽ പറയുന്ന പേരാണ് ശാശ. അതേപോലെ തന്നെ മൗസിന് എന്താണ് അറബിയിൽ പറയുന്നത്? മൗസിന് അറബിയിൽ പറയുന്ന പേരാണ് ഫഹ്റ, അല്ലെ? അതേപോലെ തന്നെ കീബോർഡിന് എന്താണ് പറയുന്നത്? അത് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലഹബത്ത് മഫാത്തിഹ് കീബോർഡിന് പറയുന്ന പേരാണ്. അതേപോലെ തന്നെ അടുത്തത് കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടറിന് നമ്മൾ പറയുന്ന പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അടുത്തത് ബട്ടൺസ് ആണ്. ബട്ടൺസിന് പറയുന്ന പേരുകൾ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കമ്പ്യൂട്ടറിന്റെ വിവിധ ഭാഗങ്ങൾ നിങ്ങളോട് അടയാളപ്പെടുത്താൻ വേണ്ടി ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. യെസ് ഗൈസ്, നേരെ നമ്മൾ പോകുന്നു. എത്രാമത്തെ ചോദ്യം? 2ാമത്തെ ചോദ്യം നോക്കാൻ വേണ്ടി പോകുന്നു. നമ്മളോട് യോജിപ്പിക്കാൻ വേണ്ടി പറയാണ്, അല്ലെ? ഇവിടെ കുറച്ച് കളികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അല്ലെ? റുക്കൂബ് ദറാജ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഈസിയിൽ പറയാം, അത് സൈക്കിൾ റേസ് ആണ്. റുക്കൂബ് ദറാജ എന്ന് പറഞ്ഞാൽ സൈക്കിൾ റേസ് ആണ്, അല്ലേ? അതെ. ഇനി അടുത്തത് ലഅബത്തു ഖുറാസി. അങ്ങനെ കണ്ടാൽ തന്നെ നമുക്ക് എഴുതി കൊടുക്കാം, അത് മ്യൂസിക്കൽ ചെയർ ആണ്. ലഅബത്തു ഖുറാസി, അല്ലെ? റുക്കൂബ് ദറാജ, ദറാജ എന്ന് പറഞ്ഞാൽ സൈക്കിളാണ്. അപ്പൊ അത് തന്നെ നമുക്ക് എഴുതി കൊടുക്കാം, അത് സൈക്കിൾ റേസ് ആണെന്ന് എഴുതി കൊടുക്കാം. ലഅബത്തു ഖുറാസി എന്ന് പറഞ്ഞാൽ അത് മ്യൂസിക്കൽ ചെയർ ആണ്. പിന്നെയോ കസ്റു ജറ എന്ന് പറഞ്ഞാൽ എന്താ? അത് കുടം തകർക്കലാണ്. കസ്റു ജറ എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് ദ പോട്ട്, അല്ലെങ്കിൽ അത് കുടം തകർക്കലാണ്. ഇനി അടുത്തത് നോക്ക് നിങ്ങൾ. അടുത്തത് 4ാമത് ഷദ്ദു ഹബിലാണ്. ഹബില് എന്ന് പറഞ്ഞാൽ കയറാണ്. അപ്പൊ കയറോട് കളിക്കുന്ന കളി എന്ന് പറയുന്നത് നമുക്കറിയാം, അത് വടംവലിയാണ്, അല്ലെ? കമ്പവലി, വടംവലി എന്നൊക്കെ പറയും, അല്ലെ? ഇനി ഏറ്റവും അവസാനത്തത് സബാത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതെന്താ? ഓട്ടം എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഒരു 5 കളികൾ ഏതൊക്കെയാണ്? ആ 5 കളികളുടെ പേരുകൾ എങ്ങനെയൊക്കെയാണ് അറബിയിൽ നമ്മൾ എഴുതുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സംഭവത്തിലൂടെ പഠിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഒന്നാമതായിട്ട് നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു. 2ാമതായിട്ട് നമ്മളിപ്പോ പഠിച്ചത് എന്താണ്? ഉണ്ടയാണോ? എന്താ നമ്മൾ പഠിച്ചത് എന്താ? നമ്മൾക്ക് ഈ പറഞ്ഞ സാധനങ്ങൾ, എന്ത് മത്സരങ്ങൾ, അല്ലെ? കുറച്ച് കളികൾ, മത്സരങ്ങൾ. അടുത്തത് അക്ഷരങ്ങൾ യോജിപ്പിച്ച് വാക്കാക്കാൻ വേണ്ടിയിട്ടാണ്. കാഫ് കൊടുത്തിട്ടുണ്ട്, റാ കൊടുത്തിട്ടുണ്ട്, ഹാത്താവ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറത്ത് എന്ന് എഴുതി കൊടുക്കാം, അല്ലെ? 2ാമത്തത് സീന് കൊടുത്തിട്ടുണ്ട്, മീം കൊടുത്തിട്ടുണ്ട്, കാഫ് കൊടുത്തിട്ടുണ്ട്, താവ് കൊടുത്തിട്ടുണ്ട്, അല്ലെ? അത് നമുക്ക് സമക്ക് എന്ന് എഴുതി കൊടുക്കാം. അടുത്തത് ഇവിടെ ഷീന് കൊടുത്തിട്ടുണ്ട്, ജീമ് കൊടുത്തിട്ടുണ്ട്, റാ കൊടുത്തിട്ടുണ്ട്, താ കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ എഴുതാം? ഷജറ എന്ന് എഴുതി കൊടുക്കാം, അല്ലെ? കൂട്ടി എഴുതാൻ വേണ്ടി നമ്മൾ പഠിക്കണം, അല്ലെ? ഇനി അടുത്തത് കാഫ് കൊടുത്തിട്ടുണ്ട്, താ കൊടുത്തിട്ടുണ്ട്, അലിഫ് കൊടുത്തിട്ടുണ്ട്, ബാ കൊടുത്തിട്ടുണ്ട്. അത് എന്താ? കിതാബ് എന്ന് എഴുതി കൊടുക്കാം. അടുത്തത് ഷംസ്. നോക്കിയേ, 1ാമത്തത് കുറത്ത്, 2ാമത്തത് സമക്ക്, 3ാമത്തത് ഷജറ, 4ാമത്തത് കിതാബ്, 5ാമത്തത് ഷംസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കൂട്ടി എഴുതാൻ വേണ്ടിയിട്ട്, അതായത് അക്ഷരങ്ങൾ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ അത് കൂട്ടി എഴുതാൻ വേണ്ടിയിട്ട് നമുക്കറിയണം. അത് പഠിപ്പിക്കുന്ന ഒരു ചോദ്യമാണ്, 5 മാർക്കിന്റെ ഒരു ചോദ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെറ്റാണോ? ഇപ്പൊ പറഞ്ഞ ഈ 3 ചോദ്യങ്ങളും സെറ്റല്ലേ? ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടൂലേ? കിട്ടണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇനി കോൺവെർസേഷൻ അല്ലെങ്കിൽ ഹെവാറാണ്. രാഹുലും ജോർജും തമ്മിലുള്ള സംഭാഷണം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഹെവാർ എഴുതാൻ വേണ്ടിയിട്ട് വരും, അല്ലെ? നമുക്കറിയാം മസാ ഉൽ ഖൈർ എന്ന് പറഞ്ഞാൽ എന്താ മറുപടി പറയാ? മസാ ഉൽ ഖൈർ, മസാ ഉന്നൂർ. അപ്പൊ ഇവിടെ രാഹുൽ മസാ ഉൽ ഖൈർ എന്ന് പറഞ്ഞു. അപ്പൊ മറുപടി എന്ത് പറയും? മസാ ഉന്നൂർ എന്ന് മറുപടി പറയും, അല്ലെ? ചുമയാ സാറിന്. അടുത്തത് ഇലാ ഐന, എങ്ങോട്ട് പോവാ? ഇലാ ഐന, എവിടുക്കാന്ന് ചോദിക്കൂല നമ്മൾ. ഒരാൾ പോകുമ്പോ ഇലാ ഐന, എങ്ങോട്ട് പോവാ, എവിടുക്കാ, അല്ലെ? അതാണ് ഇലാ ഐന എന്ന് ചോദിച്ചാൽ ഇല ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് മൈദാൻ, ഇലൽ മൈദാൻ, ഞാൻ മൈതാനത്തേക്ക് കളിക്കാൻ വേണ്ടിട്ട് അങ്ങനെ പോവാണ്, അല്ലെ? അടുത്തത് മാതാ ഗുനാക്ക, അവിടെ എന്താ?
അവിടെ എന്താ അല്ലെ? അപ്പൊ പറയാണ് മിഹ്റജാൻ. എന്താ അവിടെ നടക്കുന്നത്? മിഹ്റജാൻ, ഗ്രാമോത്സവം നടക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഇതേപോലെയുള്ള ചോദ്യങ്ങൾ, അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം, കൈഫൽ ഹാൽ എന്ന് ചോദിച്ചാൽ സൈൻ അൽഹംദുലില്ലാ, സുബാഹുൽ ഖൈർ എന്ന് ചോദിച്ചാൽ സുബാഹുൻ നൂർ അല്ലെ, ശുക്രൻ, അഫ്വൻ, ഇങ്ങനെയുള്ള കാര്യമില്ല. അതിനാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം അല്ലെ, എവിടേക്കാണ് പോകുന്നത്, മാതാ ഹുനാക്ക, എന്താ അവിടെ എന്നൊക്കെ നമുക്കറിയാം അല്ലെ? അതൊക്കെ വെച്ചിട്ട് ചോദ്യങ്ങൾ വരാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഹെവാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെവാറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആണോ ആണോ അല്ലെ? സിമ്പിൾ അല്ലേ? ഇതിൽ എന്തായിട്ടാ വലിയ ഉണ്ടയുള്ളത്? ഒരു ഉണ്ടയുമില്ല, സിമ്പിളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാദാ ഹാദിഹി ചേർത്തിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ മിസ്ത്വറ വന്നിട്ടുണ്ട്. മിസ്ത്വറ എന്താ? ഹാദിഹിയാണ് നമ്മൾ മിസ്ത്വറ ചേർക്കുക അല്ലെ? മിസ്ത്വറ ഹാദിഹിയാണ്. കലം നമ്മൾ എന്ത് ചേർക്കും? ഹാദ ചേർക്കും. കലമ് ഹാസൂബ് നമ്മൾ എന്ത് ചേർക്കും? അതും നമ്മൾ ഹാദ ചേർക്കും. പിന്നെയോ മെഹ്ഫദ് ആണെങ്കിലോ അത് നമ്മൾ ഹാദിഹി ചേർക്കും. ഇനി അടുത്തത് മെഖലം ആണെങ്കിലോ അത് നമ്മൾ ഹാദിഹി ചേർക്കും അല്ലെ? ഹാദ ഹാദിഹി. നമുക്കറിയാം, ആണാണെങ്കിൽ അത് ഹാദയായിരിക്കും, പെണ്ണാണെങ്കിൽ അത് ഹാദിഹി ആയിരിക്കും. ഹാദന്റെയും ഹാദിഹിന്റെയും അർത്ഥം എന്താ? ദിസ് എന്നാണ്, അല്ലെങ്കിൽ ഇത് അല്ലെ? ഇത് സ്കെയിലാണ്, ഇത് ഫറാണ് അല്ലെ? ഇത് കലമാണ്, ഹാദ കലമുൻ അല്ലെ? അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഇത് ഹാദ ഹാദിഹിന്റെ അർത്ഥം ഇത് എന്നാണ്. പക്ഷെ ഹാദ നമ്മൾ ആണിന് ഉപയോഗിക്കും, ഹാദിഹി പെണ്ണിന് ഉപയോഗിക്കും അല്ലെ? എങ്ങനെയാ ആണ് പെണ്ണ് എന്ന് മനസ്സിലാകുന്നത്? ഈ ഹാത്താവ് കണ്ടോ? ഈ ഹാത്താവ് ഉള്ള ആളൊക്കെ എന്തായിരിക്കും? പെണ്ണായിരിക്കും. ഹാത്ത അവസാനം വന്നു കഴിഞ്ഞാൽ അധികം എന്തായിരിക്കും? പെണ്ണായിരിക്കും. ഈ ഹാത്താവിന് അധികവും പെണ്ണുങ്ങളെ കൂടെ അങ്ങനെ നിൽക്കാനാണ് ഇഷ്ടം. അവനൊരു പെണ്ണുങ്ങളെ കൂടെ നിൽക്കുന്ന ഒരാളെ ഹാത്ത എന്ന് പറഞ്ഞാൽ, അപ്പോൾ ആരെ കൂടെ കണ്ടോ അതൊക്കെ പെണ്ണായിരിക്കും, അങ്ങനെ കൂട്ടുക നമ്മൾ അല്ലേ? ഉയർന്ന ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പെണ്ണിനെ മനസ്സിലാകുക, ആണിനെ മനസ്സിലാകുക എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. എങ്ങനെയാ പെണ്ണിനെ മനസ്സിലാകുക, അറബിയിൽ ആണിനെ എങ്ങനെയാ മനസ്സിലാകുക എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സ്ത്രീലിംഗവും പുല്ലിംഗവും എന്നൊക്കെ പറഞ്ഞ് ഉയർന്ന ക്ലാസ്സിൽ ഒരുപാട് സാധനങ്ങളൊക്കെ പഠിക്കും. ഇപ്പൊ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, ഹാത്ത വരുന്നത് നമുക്ക് പെണ്ണാക്കാം അല്ലേ? അതേപോലെ തന്നെ ഹാത്ത ഇല്ലാത്ത നമുക്ക് ആണും ആക്കാം എന്ന് മനസ്സിലാക്കാം. ഓക്കെ, റെഡി. നേരെ നമ്മൾ പോകുന്ന അടുത്ത ക്വസ്റ്റ്യൻ ഒറ്റപ്പെട്ടത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ശാശ കൊടുത്തിട്ടുണ്ട്, ഫഅർ കൊടുത്തിട്ടുണ്ട്, കുറത്ത് കൊടുത്തിട്ടുണ്ട്, അസ്റാർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ്? ശാശ എന്ന് പറഞ്ഞാൽ സ്ക്രീനാണ്, ഫഅർ എന്ന് പറഞ്ഞാൽ മൗസാണ്, കുറത്ത് എന്ന് പറഞ്ഞാൽ ബോളാണ്, അസ്റാർ കീ ആണ്. അപ്പൊ നമുക്ക് കുറത്ത് അല്ലേ? കമ്പ്യൂട്ടർ ഭാഗങ്ങൾക്കിടയിലെ പന്ത് അതിൽ പെടൂല. ഇനി അടുത്ത നോക്ക്, അസദ് സമക്ക് നമീർ ഫീല്. അസദ് സമക്ക് നമീർ ഫീല്. ഇതില് മൃഗങ്ങൾക്കിടയിൽ ഒരു സമക്കിനെ കൊണ്ട കൊടുത്ത്, അതാണ് ഒറ്റപ്പെട്ട് അല്ലേ? ഇനി അടുത്ത നോക്ക്, രാഹുൽ, ജോർജ്, ഹിബ, ഹാസൂബ്. ഇവിടെ കുറെ ആൾക്കാരുടെ ഇടയിൽ ഒരു കമ്പ്യൂട്ടറിന്റെ പേരാണ് കൊടുത്ത്, അപ്പൊ അതാണ് ഒറ്റപ്പെട്ട് കിടക്കുന്നത്. ഇനി അടുത്തത് കറിയ, മൈതാന്, മെഹ്റജാന്, അർക്കാം. അപ്പോ ഇത് കറിയ എന്ന് പറഞ്ഞാല് ഗ്രാമം, മൈതാൻ എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടതാണ്, മെഹ്റജാൻ എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടതാണ്, അർക്കാമാണ് ഇതിൽ പെടാത്തത്. അർക്കാം എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് ആണ് അല്ലെ? കറിയ ഗ്രാമം, മൈതാൻ എന്താന്ന് നിങ്ങൾക്കറിയാം, മെഹ്റജാൻ എന്താന്ന് നിങ്ങൾക്കറിയാം, ഗ്രാമോത്സവം എന്നൊക്കെ നിങ്ങൾക്കറിയാം. അപ്പൊ അതിന് പെടാത്തത് അർക്കാമാണ് അല്ലെ? അപ്പൊ ഇതേപോലെയുള്ള കുറച്ച് സാധനങ്ങൾ വരും ഒറ്റപ്പെട്ടോലൊക്കെ കണ്ടെത്താൻ അല്ലെ? അതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടെത്താൻ പറ്റും. ഇനി അടുത്തത് നോക്കാം, ചിത്രത്തിന് അനുയോജ്യമായ വാക്ക് സർക്കിൾ ചെയ്യുക. സൂര്യൻ എന്താ പറയാ? ശംസ് എന്നാ പറയാ അല്ലെ? മരത്തിന് എന്താ പറയാ? ഷജറ എന്നാ പറയാ. പന്തിന് എന്താ പറയാ? കുറത്ത് എന്നാ പറയാ. സൈക്കിളിന് എന്താ പറയാ? ദറാജ എന്നാ പറയാ. മീനിന് എന്താ പറയാ? സമക്ക് എന്നാ പറയാ. നോക്ക്, ഇവിടെ ചിത്രത്തിന് അനുയോജ്യമായിട്ടുള്ളത് നിങ്ങളോട് എന്ത് ചെയ്യാൻ വേണ്ടി പറയാണ്? ഇവിടെ നിങ്ങളോട് സർക്കിൾ ചെയ്യാൻ വേണ്ടി പറയാണ്. നിങ്ങൾ സർക്കിൾ ചെയ്ത് കൊടുക്കണം. ചിത്രത്തിന് അനുയോജ്യമായത് എന്താണോ ഉള്ളത് അതിന് നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കണം? സർക്കിൾ ചെയ്ത് കൊടുക്കണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, റെഡി. അപ്പൊ സൂര്യൻ, പിന്നെ ഇവിടെ മരം, പിന്നെ പന്ത്, ഇവിടെ സൈക്കിള്, ഇവിടെ മീൻ. ഓക്കെ, റെഡി ആണോ? സെറ്റ് ആണോ? സെറ്റ് അല്ലേ? ഞാൻ സർക്കിളിന് പകരം ശരിയായിട്ട് കൊടുത്തു. ഇനി അടുത്തത് നെക്സ്റ്റ്, വിവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ചോദിക്കാം, മിഹ്റജാനുൽ ഖറിയ എന്ന് പറഞ്ഞാല് അത് ഗ്രാമോത്സവമാണ്. മിഹ്റജാനുൽ ഖറിയ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാമോത്സവത്തിനാണ് എന്ത് പറയാ? ഗ്രാമോത്സവം. ഗ്രാമോത്സവത്തിനാണ് എന്ത് പറയാ? മിഹ്റജാനുൽ ഖറിയ എന്ന് പറയാ. ഷദ്ദു ഹബല് എന്ന് പറഞ്ഞാൽ എന്താ? അത് വടംവലിയാണ്. വടംവലിക്കാണ് ഷദ്ദു ഹബല്. കസുറു ജറ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതെന്താ? അത് ഉറിയടിയാണ്. അടുത്തത് ഇൽമു ബഹർ എന്ന് പറഞ്ഞാല് അറിവ് ഒരു കടലാണ്, അതാണ് ഇൽമു ബഹർ എന്ന് പറഞ്ഞാൽ. അടുത്ത നോക്ക്, മസാഉൽ ഖൈർ എന്ന് പറഞ്ഞാൽ എന്താ? ഗുഡ് ഈവനിങ് അല്ലെങ്കിൽ ശുഭസായാഹ്നം, ഗുഡ് ഈവനിങ്, മസാഉൽ ഖൈർ എന്ന് പറഞ്ഞാൽ. ഓക്കെ,
അപ്പൊ ഇത്രയും ചിലപ്പോൾ അർത്ഥങ്ങളൊക്കെ ചിലപ്പോൾ ചോദിച്ചാൽ നമുക്ക് എഴുതാം. ഇതെന്തായാലും പഠിച്ചിരിക്കണം, ഈ വാക്കുകൾ എന്തായാലും നമുക്ക് അറിഞ്ഞിരിക്കണം, അത് നിർബന്ധമുള്ള കാര്യം, വാക്കുകൾ അറിയാന്നുള്ളത് നിർബന്ധമുള്ള കാര്യം. നെക്സ്റ്റ് നമുക്ക് പോകുന്ന ഏറ്റവും ലാസ്റ്റ് ആണ്, ക്രമീകരിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ്. ബഹർ ഇൽമ് വാസിഅ, അതെങ്ങനെ നമ്മൾ ക്രമീകരിച്ച് എഴുതുക? അൽ ഇൽമു ബഹറുൻ വാസിഉൻ, അല്ലേ? അൽ ഇൽമു ബഹറുൻ വാസിഉൻ എന്നാണ് നമ്മൾ ക്രമീകരിച്ചത്. രണ്ടാമത്തത് ഫർഹ ജറ കസ്ർ ഫാസ, അതെങ്ങനെയാ? ഫാസത്ത് ഫർഹ കസ്രി ജറ, അല്ലേ? ഫാസത്ത് ഫർഹ കസ്രി ജറ. അടുത്തതോ ഇലാ മൈദാൻ ജോർജ് യദ്ഹബു, എങ്ങനെയാ വരിക? യദ്ഹബു ജോർജ് ഇലൽ മൈദാൻ, യദ്ഹബു ജോർജ് ഇലൽ മൈദാൻ. ഇങ്ങനെയാണ് ആൻസർ വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളായിരിക്കും ഇപ്രാവശ്യം പരീക്ഷയ്ക്ക് വരിക. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇമ്പോർട്ടൻ്റ് പാർട്സ് എന്ന് പറഞ്ഞ് സാർ ഒരു വീഡിയോ കൂടെ ചെയ്തിട്ടുണ്ട്, അതും കൂടെ പോയിട്ട് കാണണം. അതുകൂടെ പോയിട്ട് കണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ സോൾവ് ചെയ്താൽ അറബിയെ ഫുൾ മാർക്കും കിട്ടും. ക്വസ്റ്റ്യൻ പേപ്പറിനും ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സിൻ്റെ ഒക്കെ PDF കിട്ടാൻ വേണ്ടി താഴത്തോടെ ഇങ്ങനെ സാധനം പോകുന്നുണ്ട്. ആ സാധനത്തിലുള്ള പോലെ ചെയ്യുക, കാര്യങ്ങളൊക്കെ അടിപൊളിയാക്കുക, സെറ്റാക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. പിന്നെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ മക്കളെ.